പോയി അൻസിനെ കൊണ്ടുപോയി. ഹലോ ഹലോ ഹായ്. എന്ത് മൂഡ്? എന്ത് മൂഡ്? നല്ല വൈബ്. ബ്രൈഡൊക്കെ വരുന്നുണ്ട്. വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. അവര് റെഡിയാണ്. ബ്രൈഡല്ലേ, കുറച്ച് ടൈം എടുക്കും ഒരുങ്ങി വരണ്ടേ. ഇതൊക്കെ നമ്മളെ കസിൻസ്. ഹായ്. ഗ്രൂമിന്റെ കസിൻസ്. അതോ നല്ല മൂഡാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോ കുറെ ആൾക്കാര് ഞാൻ ഇത്ര ആൾക്കാരെ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ എങ്ങനെയുണ്ട് പറയൂ? Bro, okay. എല്ലാവരും ഇവിടെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു വലിയ മഹത്തായ കർമ്മത്തിന് നമ്മൾ സാക്ഷിയാവുകയാണ്. സ്വാലിഹ് എന്ന് പറയുന്ന സഹോദരനും അൽഫിയ എന്ന് പറയുന്ന സഹോദരിയും തമ്മിലുള്ള വിവാഹ കർമ്മത്തിൻ്റെ ഏറ്റവും മഹത്തരമേറിയ ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. അതിന് സാക്ഷിയാകാനാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അല്ലാഹു ഇവരുടെ മംഗള കർമ്മത്തിലും തുടർന്നുള്ള ജീവിതത്തിലും എല്ലാവിധമായ നന്മയും നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ചടങ്ങിലേക്ക് കടക്കുകയാണ്. Okay, ready?
അമ്മ പോയിട്ട് അയ്യോ അയ്യേ വീട്ടിലേക്ക് വരുന്നുണ്ട്. അത് ശരി. അയ്യേ പോട്ടെ. ആരുമില്ല പാത്തു വിട്. ഓക്കെ ബൈ. ഓക്കെ ബൈ. നാളെ ഇങ്ങോട്ട് വരും. ഇനി മാമി വരെ. അതെ ഓക്കെ ഓക്കെ ബൈ. കുഞ്ഞമാമി എനിക്ക് അനങ്ങാൻ ഇങ്ങോട്ട് വരണം പ്ലീസ്. ഓക്കെ പോട്ടെ. എന്താണ് എനിക്ക് തോലോളിക്കാൻ പാടില്ല. അവന് ഹാപ്പിയാണ് ഞാൻ മോനെ. മൊബൈലൊന്ന് ബാക്ക് വലിക്കോ? ഒന്ന് ബാക്ക് വലിച്ചോ. പോട്ടാ സുബേദാമി അലിമാവിന്റെ ഒന്ന് വാപ്പാക്ക് ക്ഷയിക്കാനുണ്ട്. വാപ്പാക്ക് ക്ഷയിക്കാനുണ്ട്. വാപ്പാക്ക് അളിയനെ അവനെ ലക്ഷറി അപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക്. എടാ നീ ഒന്ന് ഫ്രണ്ടിൽ കയറിവാ. ഫ്രണ്ടിൽ കയറിവാ. ഇവിടെ ഒന്ന് തിരിഞ്ഞു നിൽക്കുക. എടാ ഫോൺ ഒന്നും മാറ്റടാ. നീ എത്ര നേരം എടുത്ത് ഒന്നും പറഞ്ഞു. ഈ ചെക്കനെ എന്നെ കൊണ്ടോണേ. ചെക്കനോട് എന്തെങ്കിലും പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് എന്താ പറയാനുള്ള? എന്ത് തോന്നുന്നു? ഞാൻ പറയാം ലൈക്ക് എന്താ പറയാ, ഫസ്റ്റ് എൻട്രി വാസ് ഡോപ്പ്. പിന്നെ ഫ്ലവർ കൊടുക്കുന്ന ഡോപ്പ് അല്ലേ. സത്യം പറയാലോ ഗൈസ്, ഇവളെ കണ്ടപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇമോഷണൽ സാധനം വരുന്നു. എനിക്ക് അങ്ങനെ ഒരു സാധനം കുറവാണ് അല്ലേ. പക്ഷേ എവിടുന്നാന്ന് അറിയില്ല, ഇവിടെ നടന്ന് വരുന്ന കേൾക്കണം. ലൈക്ക് എന്തോ ഒരു സാധനം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നടാ. സീരിയസ്ലി നമ്മൾ ഈ റീലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ഒരു ഗ്ലിസറിനൊക്കെ ഒഴിച്ച് എന്തോ ഫേക്ക് സാധനം ചെയ്യാന്ന്. ഞാൻ എന്നിട്ട് അത് അങ്ങനെ സെറ്റപ്പ് ആക്കാൻ അവൾ ഇമ്പ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. അവളിങ്ങനെ കയറി വന്നപ്പം എൻ്റെ മനസ്സിൽ എന്തോ ഒരു സാധനം എവിടുന്നോ എന്തോ വന്ന് അത് ഭയങ്കരമായിട്ടൊരു കണക്റ്റായിട്ട്. അപ്പം എനിക്ക് മനസ്സിലായി സാധനങ്ങൾ റിയലാണ്. പിന്നെ ഫ്ലവറൊക്കെ കൊടുത്ത് എന്താ പറയുക, കയ്യിൽ കിസ്സൊക്കെ കൊടുത്ത് റിങ്ങൊക്കെ ഇട്ട് ആ പരിപാടി മൊത്തം കളറായിരുന്നു. അൻറ്റിൽ ഫോട്ടോ സെക്ഷൻ തുടങ്ങുന്നത്. ഫോട്ടോ സെക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ വൺ ഓഫ് ദി ഹാക്ടിക് തിങ്. ഓ മൈ ഗോഡ്. രാവിലെ 3:30 എണീറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഫോട്ടോസിനൊക്കെ വന്നു. അപ്പോൾ ലൈക്ക് ഒന്നാമത് ഭയങ്കര ചൂട്. കല്യാണം കഴിച്ചൊരു എക്സ്പീരിയൻസിൽ പറയാണ്. ഇപ്പൊ 3-4 മണിക്കൂറായില്ല കല്യാണം കഴിഞ്ഞിട്ട്. ഇന്റിമേറ്റ് വെഡിങ് ആക്കുക ഒരിക്കലും ഞങ്ങൾക്ക് ഇന്റിമേറ്റ് വെഡിങ് നടത്തണം ആഗ്രഹം ഉണ്ടായി. പക്ഷെ പാരന്റ്സ് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറെ കാലങ്ങൾ കുറെ സമ്മതിച്ചു, കുറെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഫെയിൽഡ് ആയിപ്പോയി. നടന്നില്ല. നിങ്ങളുടെ ലൈഫിൽ മാരേജ് ഉണ്ടെങ്കിൽ ഡു ജസ്റ്റ് ഒന്ന് ഈ സൈഡിലേക്ക് നിൽക്കോ. Dadah.